പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാതയാമത്തിൽ ദൈവം തരുന്ന ആലോചനകൾ നിങ്ങളുമായി പങ്കിടുവാൻ ദൈവത്തിൽ ഞാൻ ശരണപ്പെടുകയാണ്. 1 ശമൂവേൽ 12 അധ്യായത്തിൽ നിന്ന് ചില അരുളപ്പാടുകൾ, ചില വചനങ്ങൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഉത്തമ ധാർമ്മിക നായകന്റെ സ്വഭാവ ലക്ഷണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ പ്രഭാതയാമത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. വൃദ്ധനായ ശമൂവേൽ ജനങ്ങൾക്ക് നൽകുന്ന അന്ത്യ ഗുണദോഷത്തിൽ ഒരു ഉത്തമ ധാർമ്മിക നായകന്റെ ലക്ഷണങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് ശമൂവേലിന്റെ സ്വന്തം വാക്കുകളല്ലായിരിക്കാം. ശമൂവേലിന്റെ പുസ്തകം എഴുതിയ കാലത്ത് ജനഹൃദയങ്ങളെ ഭരിച്ചിരുന്ന ആദർശങ്ങളായിരുന്നിരിക്കാം ഇത്. എങ്ങനെയായിരുന്നാലും ഈ ആശയങ്ങളുടെ വിലയ്ക്ക് ലാഘവം ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നീതിബോധമാണ് ഏതൊരു നേതാവിന്റെയും പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നായി പ്രത്യക്ഷപ്പെടേണ്ടത്. അത് തന്നെയാണ് 1 ശമൂവേൽ 12 അധ്യായം 3 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ശമൂവേൽ പ്രവാചകൻ ഇക്കാര്യത്തിൽ കളങ്കമറ്റ നില പ്രാപിച്ചിരുന്നു എന്ന് നമുക്ക് ധരിക്കാൻ കഴിയുന്നുണ്ട്, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥതയോടും ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യണമെന്നുള്ള ഉദ്ബോധനം അവൻ ജനങ്ങളുടെ ചെവികളിൽ നിരന്തരം മുഴക്കിക്കൊണ്ടിരുന്നു. 14 വാക്യം, 20 വാക്യം, 24 വാക്യം എന്നീ വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാകുന്നുണ്ട്. യോശുവയുടെ അന്ത്യ ധർമ്മോപദേശവും ഈ അവസരത്തിൽ സ്മരണീയമാണ്. യോശുവ 24:15 തന്റെ ചുമതലയിൽ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങളെ ദൈവത്തിന്റെ കരുണകളെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് അവരെ ദൈവ സേവയിൽ ഉത്സാഹിപ്പിക്കുന്നതത്രേ ഒരു ആത്മീക നേതാവിന്റെ സർവപ്രധാനമായ കൃത്യം. ദൈവത്തിങ്കിലേക്കുള്ളത് ഒരു ചൂണ്ടുപലകയായി നാം ഓരോരുത്തരും ജീവിക്കണമെന്ന ഒരു യാഥാർത്ഥ്യം ഇവിടെ വിളിച്ചു പറയുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയെ ഒരു ക്രിസ്തീയ പ്രവർത്തകന്റെ കയ്യിൽ ശക്തിയേറിയ ഒരായുധമായി തീരേണ്ടതാണ്. ശമൂവേൽ ഈ വിഷയത്തിൽ നമുക്കൊരു മാർഗദർശിയായി തീർന്നിരിക്കുന്നു. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യരുത്. 12 അധ്യായം 23 വാക്യമാണ്. പ്രാർത്ഥനാപുത്രനായ ശമൂവേൽ വിജയകരമായ ദൈവ ശുശ്രൂഷ നിവർത്തിക്കുവാൻ ഇടയായത് പ്രാർത്ഥനയുടെ ശക്തിയിൽ ജീവിച്ചത് മൂലമാണ്. ഓരോ വിഷമ സന്ദർഭത്തിലും അവൻ ദൈവത്തിങ്കിലേക്ക് നോക്കി പ്രാർത്ഥനാമൂലം പുതിയ ദർശനവും ശക്തിയും പ്രാപിച്ചു. പ്രാർത്ഥനയത്രേ ശമൂവേലിനെ ദർശകനാക്കി തീർത്തത്. നമ്മുടെ ബുദ്ധിയെ വികസിപ്പിക്കുന്നതും ആലോചനയെ ഫലവത്താക്കുന്നതും പ്രാർത്ഥന തന്നെയാണ്. നിസ്സംശയം നമുക്കത് പറയാൻ കഴിയും. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ശമൂവേലിനെ പോലെ നീതിബോധമുള്ളവരായി കർത്താവെ പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥതയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്കും തന്നി ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളിൽ ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. കർത്താവ് ഞങ്ങളോട് ക്ഷമിച്ചു തന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ, സ്തോത്രത്തിൽ ജാഗരിക്കുവാൻ ഞങ്ങളെ എന്നും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിങ്കിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായി ഞങ്ങളും ജീവിക്കുവാൻ, അനേകർക്ക് അനുഗ്രഹകരമായി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ മൂലം യേശുവിന്റെ നാമം ദുഷിക്കപ്പെടുവാൻ ഇടയാവരുതേ എന്ന് ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം സകലത്തിലും മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.